സുറിയാനി കത്തോലിക്കരെക്കാളും ഒട്ടും കുറയാത്ത സംഖ്യ പെന്തിക്കോസുകാരുണ്ട്. പക്ഷെ പെന്തിക്കോസുകാർക്ക് വിസിബിലിറ്റി ഇല്ല. വിസിബിലിറ്റി അഥവാ ദൃശ്യത എന്നൊരു സാധനമുണ്ട്. സുറിയാനി കത്തോലിക്കനെ നമ്മൾ എവിടെ നോക്കിയാലും കാണാം. അല്ലെങ്കിൽ അവരെ കാണാതെ നമുക്ക് പോകാൻ പറ്റില്ല. അവൻ പ്രബലനാണ്, അവൻ്റെ കയ്യിൽ പണമുണ്ട്, അവന് രാഷ്ട്രീയമായ ശക്തിയുണ്ട്, അവൻ പറഞ്ഞ വാക്ക് എല്ലാവരും ശ്രദ്ധിക്കും. അതൊരു ഘടകമാണ്. അതാണ് ഘടകം. ഇപ്പം ഈ എറണാകുളം ജില്ലയിൽ തന്നെ ലത്തീൻ ക്രിസ്ത്യാനികളെക്കാൾ എത്ര കൂടുതൽ സുറിയാനിക്കാരെക്കാൾ എത്ര കൂടുതലുണ്ട് ലത്തീൻകാർ. പക്ഷേ ലത്തീൻകാരൻ്റെ വാക്കിന് വിലയില്ല ഈ എറണാകുളത്തും തോപ്പുംപടിയിലും അല്ലാണ്ട്. കാരണം ലത്തീൻകാരുടെ പണമില്ല, ലത്തീൻകാർക്ക് സ്വാധീനമില്ല, ലത്തീൻകാർക്ക് മറ്റവരുടെ അത്രയും രാഷ്ട്രീയമായ ഇച്ഛാശക്തിയില്ല, വിലപേശൽ ശക്തിയില്ല. അതുകൊണ്ടാണ്. അപ്പം ഈ സംഗതി ഇല്ലാത്തതാണ്. ലത്തീൻകാരുടെ സ്ഥിതിയാണെങ്കിൽ പെന്തിക്കോസുകാരുടെ സ്ഥിതി എന്തായിരിക്കും നിങ്ങൾ ഊഹിച്ചു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ ഉറക്കെ പറയാനും ഉറച്ചു പറയാനും അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനും തയ്യാറാകണം. പെന്തിക്കോസുകാരുടെ ഒരു കുഴപ്പം അവരവരുടെ കാര്യം മാത്രം നോക്കി ഒരു ബൈബിളും പിടിച്ച് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരാണ്. ഇതിപ്പോൾ ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരാണ് സാധാരണ ഒരു പെന്തിക്കോസുകാർ. മനസ്സിലായില്ല? ഒരു നീളത്തിലുള്ള കുപ്പായവും ക്ലീൻ ഷേവ് ചെയ്ത മുഖവും. നമ്മൾ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കണം. ഇന്ത്യൻ ഭരണഘടന തന്ന അവകാശങ്ങൾ നിങ്ങൾക്കില്ലേ? അത് വേണ്ടേ? അതല്ലേ ബി ജെ പിക്കാർ കൈയിട്ട് മാറ്റുന്നത്? അതല്ലേ ജമാഅത്തെ ഇസ്ലാമിക്കാർ നിങ്ങളുടെ താടിക്കിട്ട് തട്ടുന്നത്?